ഉപ്പില് വിളയണ നെല്ല്. പുറം ലോകത്തു നിന്ന് തീരെ ഒറ്റപ്പെട്ട് വെള്ളക്കെട്ടും ചളിയും ചതുപ്പുമായി കിടക്കുന്ന സ്ഥലം. ചുറ്റിലും വെള്ളം. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകൾ. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന കര. കിഴക്കുയർന്ന് പടിഞ്ഞാറ് താഴ്ന്ന് പിന്നെയും എങ്ങും തൊടാതെ കിടക്കുന്ന 3 കൊച്ചു തുരുത്തുകൾ. എല്ലാം കൂടിയായാൽ ആദിയായി. ആദിക്ക് ചുറ്റും കായലാണ്. വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കേറി വരും. പടിഞ്ഞാറേ താഴത്താണ് കടത്ത്. അവിടെ കായലിന് ആഴവും പരപ്പും കൂടുതലാണ്. അഴിമുഖം വരെ അതങ്ങനെ വിസ്തൃതമായി കിടക്കുന്നു. കടത്ത് കടന്നാൽ വേറെയൊരു ലോകമാണ്. വേറെ സംസ്കാരമാണ്. അവിടെയാണ് വലിയ വീടുകളും വമ്പൻ കെട്ടിടങ്ങളും റോഡും വാഹനങ്ങളും സ്കൂളും ആശുപത്രിയും ചന്തയും അങ്ങാടിയും ആളും തിക്കും ആർഭാടവും ഒക്കെയുള്ളതും. ആദിയിലെ കുട്ടികൾ കടത്തുകടന്ന് അവിടെ പോയി പഠിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാ അമ്മേ ആദിയിൽ വന്നത്? കുട്ടികൾ ചോദിക്കും. ഓടി രക്ഷപ്പെട്ട് വന്നതാ മക്കളെ, അമ്മമാർ ചരിത്രം പറഞ്ഞു കൊടുക്കും. തൊട്ടാ കുറ്റം, മിണ്ടിയാ കുറ്റം, തിന്നാ കുറ്റം, ഉറങ്ങിയാ കുറ്റം, രോഗം വന്നാ കുറ്റം. കുറ്റത്തിനുള്ള ശിക്ഷ ചവിട്ടാണ്. നെഞ്ചത്തായാലും കടവയറ്റിനായാലും നടുമ്പുറത്തായാലും ചവിട്ടും. ചവിട്ടിക്കൂട്ടും. തടുക്കാൻ പാടില്ല, കരയാൻ പാടില്ല. അങ്ങനെ ചവിട്ടിക്കൂട്ടി കൊല്ലണ കണ്ടു നമ്മുടെ ഒരു കാരണവരെ. രായ്ക്ക് രാമാനം പേടിച്ചോടി എല്ലാവരും. ഓടി ഓടി ഇവിടെ വന്ന് വീണു. കുഞ്ഞു കുട്ടികളെയും വലിച്ച് ഇരുട്ടീക്കൂടെ ഓടുമ്പോൾ പലരും പല വഴിക്ക് ചെതറിപ്പോയി. അപ്പന് മക്കള് നഷ്ടപ്പെട്ടു. മക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു. ചേട്ടത്തിയനിയത്തിമാര് 2 വഴിക്കായി. ചേട്ടനനിയന്മാര് വേർപിരിഞ്ഞു. ജീവനെ പ്രാണനെന്നും വെച്ച് ഓടി അലച്ച് നമ്മളിവിടെ വന്ന് വീണു. കുറേ തലമുറ മുമ്പാ. ആകെ വെള്ളം. നടന്നും നീന്തിയും കരകയറി. മരങ്ങൾക്ക് തീണ്ടലും തൊടിയിലും അയിത്തവും ഉണ്ടായിരുന്നില്ല. മീനുകൾക്ക് ഒച്ചാട്ടറിഞ്ഞുകൂടാ. പക്ഷികള് ജാതിഭേദം പറഞ്ഞില്ല. വാ വാ വാന്ന് അവരൊക്കെ കൂടി സ്നേഹത്തോടെ വിളിച്ചു. നമ്മളിവിടെ പാർത്തു. കഥ കേട്ട് കുട്ടികൾ മീനുകളെ സ്നേഹിച്ചു. മരങ്ങളെയും പക്ഷികളെയും വെള്ളത്തിനെയും മണ്ണിനെയും സ്നേഹിച്ചു. ചവിട്ടിക്കൊല്ലുമെന്ന് പേടിച്ച് ഒളിഞ്ഞും മറഞ്ഞും ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് തുറന്ന ആകാശത്തിൻ്റെ ചോട്ടിൽ ആഴത്തിനു മീതെ പൊന്തിക്കിടന്നുള്ള ഒറ്റപ്പെട്ട വാസമെന്ന് ആദിയിലെത്തിയ ആദ്യത്തെ ആളുകൾ നെടുവീർപ്പിട്ടു. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടുമോ? നോക്കുന്നിടത്തൊക്കെ വെള്ളമല്ലാതെ ഒന്നുമില്ല. രാത്രി ഇരുട്ടത്ത് എങ്ങനെ ഏതിലെ തങ്ങൾ നീന്തിക്കടന്നു പോന്നു എന്നവർ വിസ്മയിച്ചുപോയി. വിട്ടുപോന്ന ലോകം ഭൂമിയുടെ ഏത് അതിരിലാണ്? വിട്ടുപിരിഞ്ഞവർ എവിടെ ചെന്നു വീണു? ജീവിതം അവർക്ക് നിലയില്ലാ കയമായി തോന്നി. തിന്നാനില്ല, ഉടുക്കാനില്ല, പാർക്കാനില്ല. ഒന്നുമാത്രം മഹാത്ഭുതം പോലെ നിറഞ്ഞു തുളുമ്പിക്കളിക്കുന്നുണ്ട് തണ്ണീർ. ജീവന്റെ നിലയ്ക്കാത്ത തുളുമ്പൽ. മറ്റൊന്നുകൂടി അവരെ അത്ഭുതപ്പെടുത്തി. 4 വശവും ഉപ്പുവെള്ളം പൊന്തി നിന്നിട്ടും നടുക്കുള്ള ഇത്തിരി മണ്ണിലെ വെള്ളം ഉപ്പു ചുവയ്ക്കാത്തതാണ്, സ്വാദുള്ളതാണ്, കുടിനീരാണ്. വെള്ളമുണ്ട്, ജീവിക്കാം, നിലനിൽക്കാം, അവർ ആശ്വസിച്ചു. എന്നാലും എല്ലാം ആദിന്ന് തുടങ്ങണം, അവർ നെടുവീർപ്പിട്ടു. ആദിയിൽ നിന്ന് തുടങ്ങിയ ദേശം ആദിദേശമായി. ജീവിക്കും, ജീവിപ്പിക്കും. വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളെ നോക്കി അവർ തീർച്ചപ്പെടുത്തി. അവരാരും മീൻപിടുത്തക്കാരായിരുന്നില്ല. ആരും മനുഷ്യരെ പിടിക്കാൻ കഴിവുള്ളവരുമായിരുന്നില്ല. വിശപ്പാണ് അവരെ മീൻപിടുത്തക്കാരാക്കിയത്. ഒരുവന്റെ മാത്രം വിശപ്പല്ല, ഒരു മുഴുവൻ ജനതയുടെയും വിശപ്പ്. അങ്ങനെ ആദ്യത്തെ മീൻപിടുത്തക്കാരുണ്ടായി. രാത്രി മുഴുവൻ കഠിനമായി അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ആഴത്തിലേക്ക് നീങ്ങി വല വീശുക, അവരുടെ ഹൃദയം അവരോട് പറഞ്ഞു. നിരാശരാവാതെ അവർ ഹൃദയത്തെ പിന്തുടർന്നു. ഒരു വമ്പിച്ച മത്സ്യക്കൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു. വല കീറാൻ തുടങ്ങിയപ്പോൾ അവർ സഹായത്തിനായി ആളുകളെ വിളിച്ചു. 2 വഞ്ചികൾ മുങ്ങാറാകുവോളം അവർ മത്സ്യം നിറച്ചു. കൈകൊണ്ട് തപ്പിയാൽ ചരൽ വാരും പോലെ വാരിയെടുക്കാവുന്ന വിധം മീൻ നിറഞ്ഞുകിടന്ന കണ്ടൽക്കാടുകളായിരുന്നു ആദിയുടെ അതിര്. ഇന്നു മുതൽ നമ്മളും ജീവിക്കും, ദരിദ്രരിൽ ദരിദ്രരായവർ ആഹ്ലാദത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു.
സാധാരണ മണ്ണിൽ പണിയെടുത്ത് നെല്ലുണ്ടാക്കാൻ അവർക്കറിയാം. എന്നാൽ ഉപ്പ് കയറിക്കിടക്കുന്ന ചതുപ്പിൽ, ഉപ്പുരസം നിറഞ്ഞ മണ്ണിൽ എങ്ങനെ അന്നം വിളയിക്കും? ഉപ്പിൽ വിളയുന്ന നെല്ലേത്? അവർ തേടി നടന്നു. ഉപ്പിൽ വിളയുന്ന നെല്ലു തേടി ദേശാനന്തരം പോയവനാണ് കാളിയപ്പൂപ്പൻ. ഒട്ടനേകം നാടുചുറ്റി ഒരുപാട് കഷ്ടപ്പെട്ടും കാത്തുകിടന്നുമാണ് കാളിയപ്പൂപ്പന് ഒരു പിടി വിത്തു കിട്ടിയത്. 1 നിന്ന് 100. കാളിയപ്പൂപ്പന് ഉറപ്പുണ്ടായിരുന്നു. ഉപ്പിലും നെല്ലു വിളയുമല്ലോ, അതു മതി. ആ കൃഷിപ്പണിയും പഠിച്ചാണ് കാളിയപ്പൂപ്പൻ ആദിയിൽ തിരിച്ചു വന്നത്. വെള്ളം തടുത്തു നിർത്തി കൃഷി ചെയ്യണം, കാളിയപ്പൂപ്പൻ പറഞ്ഞു. അതിന് ചതുപ്പിനും കായലിനുമിടയ്ക്ക് തട കെട്ടണം. മല്ലുള്ള പണിയാണ്. എല്ലാവരും കൂടെ നിന്ന് ചെയ്യണം. കെട്ടി നിർത്തിയ വെള്ളം കണ്ടത്തിൽ കിടന്ന് ഉണങ്ങും. നിലം വിണ്ട് പാകമാവും. അപ്പോൾ കിളച്ച് മറിച്ച് മണ്ണ് കൂനകളാക്കിയിടണം. വേനൽമഴ വരണവരെ അതങ്ങനെ കിടക്കട്ടെ. വേനൽ മഴയ്ക്ക് മണ്ണിലെ ഉപ്പൊക്കെ ഒലിച്ചു പോകും. വിത്ത് മുളപ്പിച്ച് വിതയ്ക്കണം. കൂനയ്ക്കുമീതെ വിത്തിടാം. മുളച്ച് ഞാറാകുമ്പോൾ കൈക്കോട്ടുകൊണ്ട് കൊത്തിയെടുത്ത് കണ്ടത്തിലേക്ക് എറിയുക. ഒരു കാര്യം ഓർക്കണം, കായലിനെ തടഞ്ഞു നിർത്തി ചെയ്യണ കൃഷിപ്പണിയാണ്. ഒറ്റയ്ക്കൊരാൾ വിചാരിച്ചാൽ നടക്കില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് മാത്രമേ ഉപ്പില് നെല്ല് വിളയ്ക്കാൻ പറ്റൂ. ഒത്തൊരുമ വേണം, നീതി വേണം. ഒരുത്തനൊരുത്തനെ ചതിക്കാൻ പാടില്ല. ചതിച്ചാൽ വെള്ളം എല്ലാവരെയും ചതിക്കും. ഹൃദയം അവരോട് പറഞ്ഞു. വിത്തെറിഞ്ഞുകൊള്ളുക. രാവും പകലും നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും വിത്ത് മുളച്ചു വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയെന്ന് ആരും അറിയുന്നില്ല. ഭൂമി ആദ്യം മുളയും, പിന്നെ കതിരും, പിന്നെ കതിരിന്മേൽ ധാന്യമണികളും ഉൽപ്പാദിപ്പിക്കുന്നു. വയലിലേക്ക് പോവുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ വിതയ്ക്കുക. ഒരു നാൾ പ്രഭാതത്തിൽ നെല്ലു വിളഞ്ഞുവോ എന്ന് നോക്കാൻ നിങ്ങൾ വയലിലെത്തുമ്പോൾ മണിക്കനം കൊണ്ട് കുനിഞ്ഞ് വെള്ളത്തിനുമീതെ ചാഞ്ഞു കിടക്കുന്ന കതിരുകൾ കാണും. അങ്ങനെ ആരും കാണാതെ, ആരും തൊടാതെ, ആരും അറിയാതെ കിടന്നിരുന്ന ഒരു കരയിൽ ചെളിയിലും വെള്ളത്തിലും മുങ്ങിക്കിടന്ന് അന്നം വിളയിച്ച് വിശപ്പാറ്റിയ നമ്മുടെ കാരണവന്മാർ നമുക്ക് തന്നതാണ് ഈ മണ്ണ്, ഈ വെള്ളം, ഈ കാട്. അമ്മമാർ കുട്ടികൾക്ക് ആദിയുടെ ചരിത്രം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ വേറെ ചരിത്രവുമായി വേറെ ചിലർ ആദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവസ്വം വകയായിരുന്ന 887 ഏക്കർ കാടും കായലും നിലവും കൂടിയ ഒരു ചെറുദ്വീപിൽ 300 ഏക്കർ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി ഗണേശ സുബ്രഹ്മണ്യത്തിന് മഹാരാജാവ് കരമൊഴിവായി ഇഷ്ടദാനം കൊടുത്തിട്ടുണ്ട്. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഭൂമി മുഴുവനും ഇപ്പോൾ ഒരാൾ വിലയ്ക്ക് വാങ്ങി ആധാരം തീറാക്കിയിരിക്കുന്നു. ആൾ മറ്റാരുമല്ല, ആദിയിൽ നിന്ന് പോയ കുമാരൻ തന്നെ. ഒരു രാത്രി പടിഞ്ഞാറേ താഴത്തെ ശങ്കരൻ മീൻ പിടിക്കാൻ പോയതാണ്. കണ്ടലിൻ്റെ വേരുകൾക്കിടയിൽ നിന്ന് കൈകൊണ്ട് ചെമ്മീൻ തപ്പി വാരിയെടുക്കാൻ ശങ്കരന് പ്രത്യേക മിടുക്കുണ്ട്. ദിവസം 300-400 രൂപയ്ക്കുള്ള ചെമ്മീൻ ശങ്കരൻ വാരിയെടുക്കും. അവിടം കൊണ്ട് നിർത്തും. എന്തിനാ അധികം, നാളെയും വാരാലോ. ശങ്കരൻ മീൻപിടുത്തം നിർത്തി മടങ്ങാൻ നോക്കുകയായിരുന്നു. അപ്പോഴുണ്ട്, പെട്രോമാക്സ് കത്തിച്ചു വെച്ച ഒരു വഞ്ചി ശങ്കരൻ്റെ അടുത്തേക്ക് വരുന്നു. വഞ്ചിയിൽ 5-6 ആളുകളുണ്ടായിരുന്നു. ഇവിടെന്ന് മീൻ പിടിക്കാൻ പറ്റില്ല, ഒരാൾ ശങ്കരനോട് പറഞ്ഞു. അയാളെന്താ പറയുന്നതെന്ന് ശങ്കരന് മനസ്സിലായില്ല. ഓർമ്മ വെച്ച നാളു തൊട്ട് ഇവിടെന്ന് മീൻ പിടിക്കുന്നുണ്ട്. ആരും തടഞ്ഞിട്ടില്ല, മീനൊട്ട് കുറഞ്ഞിട്ടുമില്ല. കേട്ടില്ലടാ, ഒരു വല്ലാത്ത സ്വരം. ശങ്കരന് ദേഷ്യം വന്നു. അത് പറയാൻ നിങ്ങളാരാ? സ്വന്തം വെള്ളത്തിൻ്റെയും മീനിൻ്റെയും ഉള്ളുറപ്പിൽ ശങ്കരൻ്റെ രക്തം തിളച്ചു. ഇതെൻ്റെ സ്ഥലമാണ്, ടെൻറ്റിൽ കാണാറുള്ള കറുത്ത കണ്ണട വെച്ച ആൾ പറഞ്ഞു. ഏത് സ്ഥലം? ശങ്കരൻ പരിഹസിച്ചു. കറുത്ത കണ്ണടക്കാരൻ വെള്ളത്തിലൊരു വര വരച്ചു. ഇവിടുന്ന് അങ്ങട് മുഴുവനും, മനസ്സിലായോ? ആര് പറഞ്ഞു നിങ്ങളുടെ സ്ഥലാന്ന്? ശങ്കരന് ചെറിയൊരു പേടി തോന്നി. എങ്കിലും പറഞ്ഞു, തമ്പുരാൻ പറമ്പ് കയ്യേറിയ പോലെയല്ല ഇത്. ഫ പെലനാറി, ഞാൻ ആരാണെന്ന് ചോദിക്കുന്നോടാ? കണ്ണിക്കണ്ട പറയനും പെലയനുമൊക്കെ എന്നു മുതൽ കണ്ട ഇത്രയ്ക്ക് ധൈര്യം വന്നേ? ഇവിടെ മീൻ പിടിക്കാൻ നിനക്കാരാണ്ടാ ലൈസൻസ് തന്നത്? ചോരയൊലിക്കുന്ന മുഖവുമായിട്ടാണ് ശങ്കരൻ പടിഞ്ഞാറേ താഴത്തെത്തിയത്. അയാൾ വീട്ടിൽ കയറിയില്ല.
മുറ്റത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ. അകത്തേക്ക് കയറ്റിയില്ല. പെണ്ണും കുട്ടികളും നിലവിളിയായി. മീൻ പിടിച്ചതൊരു കുറ്റാണോ? ശങ്കരന്റെ പെണ്ണ് ചോദിച്ചു. വെള്ളത്തിൽ വരച്ച വര മുറിച്ചു കടന്നു. അത് കയ്യേറ്റം. വല്ലവന്റെയും വെള്ളത്തിന്ന് മീൻ പിടിച്ചു. അത് കളവ്. മനസ്സിലായോ? പോലീസുകാർ ശങ്കരനെ കൊണ്ടുപോയി. തോണിയിൽ കയറാൻ പേടിയുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു കൂട്ടത്തിൽ. അയാൾ ശങ്കരന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. തോണി മെല്ലെയൊന്നു ചെരിഞ്ഞാൽ മതി, അയാളുടെ പിടുത്തം മുറുകും. ഇത്രയൊക്കെ ആയിട്ടും ഈ നാട്ടിലേക്കൊരു പാലം വന്നിട്ടില്ലാന്നുള്ളത് ഭയങ്കരം തന്നെ. വെള്ളത്തിലേക്ക് നോക്കാതെ കണ്ണടച്ചിരുന്ന അയാൾ പറഞ്ഞു. കുമാരന്റെ പ്രൊജക്റ്റ് വരുമല്ലേ? വേറൊരു പോലീസുകാരൻ പറഞ്ഞു. പാലം പണി ഉടനെ ഉണ്ടാവും. ഉവ്വോ, ശങ്കരൻ അമ്പരന്നു.